ബീഹാറിലെ വോട്ട് പട്ടിക വിവാദങ്ങൾക്കിടെയാണ്. ഒപ്പം വോട്ട് ചോരി വിവാദമുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നത് ബി.ജെ.പി സോണിയാഗാന്ധിക്കെതിരെ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ആരോപണമാണ് ബി.ജെ.പി ഉന്നയിക്കുന്നത്. 1980 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ പട്ടികയിൽ സോണിയയുടെ പേരുണ്ടായിരുന്നുവെന്നും 83-ലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. അതുമാത്രമല്ല, ഇന്ന് ഇത് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. വാദം നാളെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. അഭിലാഷ്, ബി.ജെ.പി ഡിഫൻസ് സോണിയയ്ക്ക് നേരെയാണ്. ഒപ്പം ഇന്ന് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. വിശദാംശങ്ങൾ രഞ്ജിത്ത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തി ചില്ലുവാനം വോട്ടുകളുടെ കള്ള വോട്ടുകൾ അവിടെ ഉണ്ടായെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകൾ വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ബി ജെ പിയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ ഒരു ഡിഫൻസുമായി എത്തിയത്. അതായത് 1983-ൽ മാത്രം ഇന്ത്യൻ പൗരത്വം നേടിയ സോണിയാഗാന്ധി 1980-കളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ, വോട്ടർ ലിസ്റ്റിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബി.ജെ.പിയുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടികയുടെ ലിസ്റ്റും ബി.ജെ.പി കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതിപ്പോൾ ട്വിറ്ററിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി.ജെ.പി ഇതിൽ നിന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പണ്ട് മുതലേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, ഇലക്ഷൻ പട്ടികയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പലരുടെയും പേരുകൾ ചേർക്കാറുണ്ടായിരുന്നു, അവർ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അത്തരത്തിൽ ഒരു എന്താ പറയുക, ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ വോട്ടുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിരുന്നു എന്നുള്ളതാണ് ബി.ജെ.പി ഇപ്പോൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു സുപ്രീം കോടതിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ 65 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾ നാളത്തോടെ ഈ വാദം പൂർത്തിയാക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അതിൽ ഇന്ന് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് അഭിഷേക് മനു സിംഗ്വി പറയുന്നത്, നിലവിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷത്തോളം ആളുകൾ പുറത്തായിട്ടുണ്ട്. ഇതിൽ ബീഹാർ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ സംസ്ഥാനമാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. അതിൽ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് തിരിച്ചറിയലിന് ഉപയോഗിക്കാമെന്നിരിക്കെ അവിടെ 36 ലക്ഷം ആളുകൾ, വേറെ 1-2% ആളുകൾക്ക് മാത്രമാണ് പാസ്പോർട്ട് അടക്കമുള്ള തിരിച്ചറിയൽ രേഖകളുള്ളത്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത സമൂഹത്തിൽ ഏറ്റവും താഴെ കിടക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടമാകും എന്നുള്ളതാണ് അഭിഷേക് മനു സിംഗ്വി, അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്തരത്തിൽ സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഷേക് മനു സിംഗ്വി വാദിച്ചത്. അതേസമയം കോടതി ഇതിലെടുത്ത നിലപാടെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുകൂലിക്കുന്ന നിലപാടാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായി സമഗ്രമായി ഒരു വോട്ടർ പട്ടിക അവിടെ പരിഷ്കരിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് 7 രേഖകളാണ് തെരഞ്ഞെടുപ്പിന് തിരിച്ചറിയൽ രേഖകളായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സമഗ്രമായി വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിലൂടെ 11 രേഖകൾ തിരിച്ചറിയലിനായി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. ആ നിലപാടുകൾ പങ്കുവച്ചത് കൃത്യമായി.